ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഉദ്ദീപനങ്ങളെക്കുറിച്ചും ഗ്രാഹ്യങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ത്വക്ക്, അതുപോലെ തന്നെ കണ്ണ്, ചെവി, അതുപോലെ തന്നെ ഗന്ധം വരുന്നത് അല്ലേ, ഗന്ധം, അതുപോലെ അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളില്ലേ, നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടല്ലോ, ഇവയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വരിയും വായിച്ച് നമ്മൾ ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട്. 2 ക്ലാസ്സുകളിലായിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞവർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വരാമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചിലവർ കാണുന്നുണ്ടെങ്കിൽ ഒരു പാഠം പഠിച്ചതിന് ശേഷം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ രൂപത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും എന്ന് ഞാൻ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട SCRT ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ്. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ PSC പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബാക്കി ആദ്യത്തെ 2 ക്ലാസ് നമ്മൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കമ്പനി ബോർഡ് LGS എക്സാമിൻ്റെ ഒക്കെ ലെഗ്ജിസ് മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഉദ്ദീപനങ്ങളും സംവേദഗ്രാഹികളും, പിന്നെ കണ്ണിലെ സംരക്ഷണം, നേത്രപാളികളും ഭാഗങ്ങളും, നേത്ര അറകൾ, പ്രകാശ നിയന്ത്രണം, പവർ ഓഫ് അക്കോമഡേഷൻ, പ്രകാശഗ്രാഹികളും കാഴ്ചയും, നേത്രരോഗങ്ങളും വൈകല്യങ്ങളും, നേത്ര സംരക്ഷണം, ചെവിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഘടന, കേൾവിയും തുലന നിലപാലനവും, പിന്നെ എന്താണ് ഗന്ധവും രുചിയും, ത്വക്കിലെ ഗ്രാഹികളും ധർമ്മവും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ SCRT ചാപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ PSC പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം വരുന്നുണ്ട്. എന്തെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള നോളേജിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓരോ അവയവങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉദ്ദീപനങ്ങൾ എന്നത് എന്താണ് ഉദ്ദീപനങ്ങൾ എന്ന് വെച്ചാൽ എത്ര തരം ഉദ്ദീപനങ്ങളുണ്ട്? എന്താണ് ഉദ്ദീപനങ്ങൾ എന്ന് വെച്ചാൽ ജീവികളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനിടയാക്കുന്ന സാഹചര്യങ്ങളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൈമയ്ക്ക് എങ്ങാനും ചൂടുവെള്ളം വീഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, കൈ അങ്ങോട്ട് പിൻവലിച്ചു അല്ലേ, നമ്മൾ കൈ പെട്ടെന്ന് എടുക്കൂലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഉദ്ദീപനമാണ്. അതായത് ജീവികളിൽ പ്രതികരണങ്ങൾ അല്ലേ, ഒരു പ്രതികരണം ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലേ അവിടെ. അപ്പോൾ ജീവികളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനിടയാക്കുന്ന സാഹചര്യങ്ങളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഇത് 2 തരം ഉദ്ദീപനങ്ങളാണുള്ളത്. ബാഹ്യ ഉദ്ദീപനങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ആന്തര ഉദ്ദീപനങ്ങളുമുണ്ട്. ഏതൊക്കെയാണ്? ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളുമാണ് ഉള്ളത്. ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് വെച്ചാൽ സ്പർശം, പ്രകാശം, ശബ്ദം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന, തണുപ്പ് എന്നിവയൊക്കെ എന്താണ്? ബാഹ്യ ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ പുറത്തുള്ള പ്രതികരണങ്ങളാണ് ഈ സ്പർശം, അതുപോലെ തന്നെ പ്രകാശം, ശബ്ദം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന എന്നിവയൊക്കെ. എന്നാൽ നമ്മൾ ആന്തര ഉദ്ദീപനങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാഹം, വിശപ്പ്, ശരീര താപനിലയിലെ വ്യതിയാനം, ഭയം, സന്തോഷമൊക്കെ എന്താണ്? നമ്മുടെ ആന്തര ഉദ്ദീപനങ്ങളാണ്, ഒരു പ്രതികരണങ്ങളാണ് ഉദ്ദീപനങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സന്തോഷം ഉണ്ടായി അല്ലേ, നമുക്ക് എന്താണ് സന്തോഷം ഉണ്ടായി. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് ആന്തര ഉദ്ദീപനമാണോ ബാഹ്യ ഉദ്ദീപനമാണോ? നമ്മുടെ ഉള്ളിലുള്ളതാണ് അല്ലേ. അപ്പോൾ ആന്തര ഉദ്ദീപനമാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നല്ല ചൂട് കൈക്ക് അനുഭവപ്പെട്ട, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളം എങ്ങാനും കൈക്ക് വീഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചൂടെന്ന് പറയുന്നത് എന്താണ്? ബാഹ്യ ഉദ്ദീപനമാണ്. അപ്പോൾ അതാണ് പറയുന്നത് ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൂട്, തണുപ്പ്, സ്പർശം, പ്രകാശം എന്നിവയൊക്കെയാണ്. എന്നാൽ ആന്തര ഉദ്ദീപനങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വരിക? അപ്പോൾ വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ഭയം, സന്തോഷം എന്നിവയൊക്കെ എന്താണ്? ആന്തര ഉദ്ദീപനങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 തരം സംവേദനങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരം സംവേദനങ്ങൾ, ബാഹ്യ ഉദ്ദീപനങ്ങൾ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ബാഹ്യ ഉദ്ദീപനങ്ങളുണ്ട്, ആന്തര ഉദ്ദീപനങ്ങളുണ്ട്. ഇനി 2 തരം സംവേദനങ്ങളുണ്ട്. അപ്പോൾ എന്താണ് സംവേദനങ്ങൾ നോക്കി. പൊതു സംവേദനങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക സംവേദനങ്ങളുണ്ട്. പൊതു സംവേദനങ്ങൾ എന്ന് വെച്ചാൽ ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരാവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ പൊതുവായി തിരിച്ചറിയുന്ന
സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന എന്നിവയാണ് അതിന് ഉദാഹരണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബാഹ്യ ഉദ്ദീപനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ബാഹ്യ ഉദ്ദീപനങ്ങളൊക്കെ എന്താണ് പൊതു സംവേദനങ്ങളാണെന്ന് പറയാം അല്ലേ. അതായത് ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തര അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഈ സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന എന്നിവയൊക്കെ എന്താണ് പൊതു സംവേദനങ്ങളാണ്. എന്നാൽ പ്രത്യേക സംവേദനങ്ങൾ എന്ന് വെച്ചാൽ കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച ഗ്രാഹികളാൽ തിരിച്ചറിയുന്ന കാഴ്ച, കേൾവി, തുലന നിലപാലനം, മണം, രുചി എന്നിവ. അതായത് പ്രത്യേക സംവേദനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കണ്ണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു പ്രത്യേക ഇപ്പോൾ കണ്ണിന് മാത്രമുള്ള ഒരു കഴിവാണെന്ന് പറയുന്നത് കാഴ്ച അല്ലേ. കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, കണ്ണിന് മാത്രമുള്ളൊരു കഴിവാണ്. അതുപോലെ തന്നെ ചെവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ചെവിക്ക് മാത്രമാണ് ആ ഒരു ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പൊതു സംവേദനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാത്തിനും കൂടിയിട്ട് അതായത് ത്വക്കുകൾക്കും, പേശികൾക്കും, സന്ധികൾക്കും, ആന്തര അവയവങ്ങൾക്കും, രക്തക്കുഴലുകൾക്കൊക്കെ പൊതുവായിട്ട് തിരിച്ചറിയാം, കോമൺ ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഈ ഒരു സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന ഒക്കെ എന്താണ് ഈ പൊതു സംവേദനങ്ങളിൽ വരും. അല്ലെങ്കിൽ പ്രത്യേക സംവേദനങ്ങൾ എന്ന് വെച്ചാൽ ഓരോന്നിനും ഇപ്പോൾ കണ്ണിന് കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പ്രതീതി ഉളവാക്കുന്നത് കണ്ണ് മാത്രമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ എന്താണ് പറയുക ഓരോ കഴിവുണ്ട് അല്ലേ. ഇപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് കണ്ണിൻ്റെ കഴിവാണ് അല്ലേ. കാഴ്ച എന്ന് പറയുന്നത് കണ്ണാണ് ഉളവാക്കുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ കേൾവി എന്ന് പറയുന്നതാണ് ചെവികളാണ് അല്ലേ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള സംവേദനങ്ങളെയാണ് പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ശരീരം ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു പ്രതികരണത്തിന് പിന്നിലുള്ള നാഡീ പ്രവർത്തനങ്ങൾ എന്താണ്? അതായത് ഉദ്ദീപനങ്ങൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഉദ്ദീപനങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്പർശം, പ്രകാശം, ശബ്ദം, ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ വിശപ്പ്, ദാഹം എന്നിവയൊക്കെ എന്ത് തന്നെയാണ് ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ ഈ ഉദ്ദീപനങ്ങൾ എങ്ങനെയാണ് ശരീരം തിരിച്ചറിയുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ശരീരം തിരിച്ചറിയുമ്പോൾ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കണം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കയ്യിൽ ചൂടുവെള്ളം വീഴാണെങ്കിൽ കൈ പിൻവലിക്കേണ്ട. അതെങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. സംവേദന അവയവങ്ങളിലും മറ്റും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളോ നാഡീ ആഗ്രഹങ്ങളോ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്ന ഗ്രാഹികളായി അറിയപ്പെടുന്നു. അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ മർദ്ദം, വിശപ്പ് എന്നിവയൊക്കെ നമ്മുടെ ശരീരം തിരിച്ചറിയുന്നുണ്ട് അല്ലേ. ഈ ശരീരം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംവേദന അവയവങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കോശങ്ങളൊക്കെ കാണപ്പെടാം. ഈ കോശങ്ങളൊക്കെ ഗ്രാഹികളിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രധാനപ്പെട്ട കോശങ്ങളോ അല്ലെങ്കിൽ നാഡീ ആഗ്രഹങ്ങളൊക്കെ ഈ ഉദ്ദീപനങ്ങൾ തിരിച്ചറിയുന്നതിനാൽ തന്നെ ഇതിനെ നിന്ന് അറിയപ്പെടുന്നത് ഗ്രാഹികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഉദ്ദീപനത്താൽ ഗ്രാഹികളിൽ ഉണ്ടാകുന്ന സന്ദേശങ്ങൾ ഉയർന്ന അളവിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈ ഉദ്ദീപനത്തിൽ എന്ത് സംഭവിക്കും, ഈ ഉദ്ദീപനത്താൽ ഗ്രാഹികളിൽ എന്തുണ്ടായിരിക്കും സന്ദേശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ സന്ദേശങ്ങൾ ഉയർന്ന അളവിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. അത് പിന്നീട് ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട കോശങ്ങളൊക്കെ ഗ്രാഹികൾ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ ഗ്രാഹികൾ എന്ത് ചെയ്യും, പെട്ടെന്നൊരു സന്ദേശം വരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഹികൾ അത് നല്ല ഉയർന്ന അളവിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഈ ഗ്രാഹികളെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്താണ് ചെയ്യുന്നത്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെട്ടാൽ ഈ അവിടുത്തെ ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുകയും പിന്നീട് അതെന്തായിട്ട് മാറും, ഈ സന്ദേശങ്ങൾ എന്തായിട്ട് മാറും, ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കുകയും ചെയ്യും. ഈ നാഡീ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തുകയും ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ രൂപപ്പെട്ട ഈ ആവേഗങ്ങൾ ഏതാണ്, ഇപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് ഇത് ഉളവാക്കുന്ന ആരാണ്, കണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് എത്തുകയും പിന്നെ ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യണം. അതനുസരിച്ച് പേശികളോ ഗ്രന്ഥികളോ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിൽ കൈ പിൻവലിക്കുന്നത് തന്നെയെന്ന് തോന്നുന്നു എക്സാമ്പിളായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ശരീരം ഉദ്ദീപനങ്ങൾ തിരിച്ചറിയുന്നത്? ഈ സംവേദന അവയവങ്ങൾ, ഈ അവയവങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഗ്രാഹികൾ കാണപ്പെടുന്നത്. അതായത് ആ കോശങ്ങളെയാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഉദ്ദീപനങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഈ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഗ്രാഹികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എന്താണ് സന്ദേശം, ആ സന്ദേശം ഗ്രാഹികൾ രൂപപ്പെടാണ്. അത് നല്ല ഉയർന്ന അളവിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും
പ്രധാനപ്പെട്ടതിന് ശേഷം ഈ സന്ദേശങ്ങൾ എന്തായിട്ട് മാറും? ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കും. ഈ ആവേഗങ്ങൾ ഏതുമായിട്ട് ഇപ്പോൾ മസ്തിഷ്കത്തിൽ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് അതിന് എന്തെങ്കിലും പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും അല്ലേ? ഈ മസ്തിഷ്കത്തിൽ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തിയതിനു ശേഷം ഈ ഒരു പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും. അതനുസരിച്ചിട്ട് പേശികളോ ഗ്രന്ഥികളോ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ കൈ ആണെന്നുണ്ടെങ്കിൽ കൈ പിൻവലിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംവേദനങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? സംവേദന അവയവങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ സംവേദ നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് സംവേദനങ്ങൾ സാധ്യമാകുന്നത്. അപ്പോൾ സംവേദനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംവേദന അവയവങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ സംവേദ നാഡികൾ വഴി എങ്ങോട്ടെത്തും? തലച്ചോറിലേക്ക് എത്തും. അപ്പോഴാണ് സംവേദനങ്ങൾ സാധ്യമാകുന്നത്. ഈ അവയവങ്ങളിലുള്ള ഗ്രാഹികളാണ് ഉദ്ദീപനം ഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് നോക്കാം. കണ്ണിലെ ഗ്രാഹികളാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹികളായിട്ടുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അപ്പോൾ കണ്ണിലെ പ്രധാനപ്പെട്ട ഗ്രാഹികൾ ഏതാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളാണ് അല്ലേ? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് അല്ലേ? റെറ്റിനയിലെ പ്രധാനപ്പെട്ട പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇനി ഈ കണ്ണ് എന്താണ്? അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശമാണ് അല്ലേ? പ്രകാശമാണ്. ഇനി നെക്സ്റ്റ് ചെവി എന്ന് പറയുന്നത് ചെവിയിലെ പ്രധാനപ്പെട്ട ഗ്രാഹികൾ എന്ന് പറയുന്നത് ഓർഗൻ ഓഫ് കോർട്ടിയിലെ ബേസ്ലാർ സ്ഥലത്തിലുള്ള ശബ്ദഗ്രാഹികളാണ്. ചെവിയിലാണെന്നുണ്ടെങ്കിൽ എന്താണുള്ളത്? ശബ്ദഗ്രാഹികളാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഓർഗൻ ഓഫ് കോർട്ടിയിലെ ബേസ്ലാർ സ്ഥലത്തിലാണ് കാണപ്പെടുന്നത്. അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ശബ്ദമായിരിക്കും അല്ലേ? ശബ്ദമാണ് അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നാക്ക് അല്ലെ മൂക്കിലെ ഗ്രാഹികൾ ഗന്ധഗ്രാഹികളാണ്. അവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? ഗന്ധ തന്മാത്രകളാണ്. ഇനി നാക്കാണെന്നുണ്ടെങ്കിൽ രാസഗ്രാഹികളാണ്. ഈ രുചിമുകുളങ്ങളിലെ രാസഗ്രാഹികളാണ്. ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? സ്വാദ് കണികകളാണ്. ഇനി ത്വക്കിലാണെന്നുണ്ടെങ്കിൽ സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന എന്നിവയ്ക്കുള്ള വിവിധ ഗ്രാഹികളുണ്ട്. ഉദ്ദീപനമാണെന്നുണ്ടെങ്കിൽ സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ കണ്ണാണെന്നുണ്ടെങ്കിൽ പ്രകാശഗ്രാഹികൾ, ചെവിയാണെന്നുണ്ടെങ്കിൽ ശബ്ദഗ്രാഹികൾ, മൂക്കാണെങ്കിൽ ഗന്ധഗ്രാഹികൾ, നാക്കാണെങ്കിൽ എന്താണ്? രാസഗ്രാഹികൾ, ത്വക്കാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനുമുള്ള ഗ്രാഹികളുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് നാവിന് രുചി തിരിച്ചറിയാനാവും, പക്ഷേ ചെവികൾക്ക് കഴിയില്ല. എന്തായിരിക്കും കാരണം? നാവും ചെവിയും വ്യത്യസ്തമായ ഗ്രാഹികളുള്ള രണ്ട് ഇന്ദ്രിയങ്ങളാണ് അല്ലേ? നാവിനും ചെവിക്കും വ്യത്യസ്ത ഗ്രാഹികളാണുള്ളത്. നെക്സ്റ്റ് കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ. കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? കണ്ണിലെ എന്തുണ്ടായിരിക്കും? നമ്മുടെ തലയൊട്ടിയിൽ നേത്രകോടരം എന്ന് പറയുന്ന ഒരു കുഴിയുണ്ട്. ഓക്കെ, നേത്രകോടരം എന്ന് പറയുന്ന കുഴിയിലാണ് ഈ നേത്രഗോളത്തെ നേത്രപേശികളാൽ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണുകൾ എവിടെയാണെന്നാണ് പറയുന്നത്? തലയൊട്ടിയിലെ നേത്രകോടരം എന്ന് പറയുന്ന കുഴികളിലാണ് നേത്രഗോളത്തെ നേത്രപേശികളാൽ ഉറപ്പിച്ചിട്ടുള്ളത്. കൺപീലികളോട് കൂടിയ കൺപോളകൾ പൊടിപടലങ്ങളിൽ നിന്നും മറ്റും സംരക്ഷണം നൽകുന്നു. കൺപോളകളാണെന്നുണ്ടെങ്കിൽ, അതായത് കൺപോളകളിൽ അവിടെ നമ്മൾ പറയുന്നതാണ് ഈ കൺപോളകളിൽ എന്താണ്? കൺപീലികളുണ്ട് അല്ലേ? ഈ കൺപീലി ഉണ്ട് അല്ലേ? ഈ കൺപീലികളോട് കൂടിയിട്ടുള്ള കൺപോളകൾ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി കണ്ണുനീർ ഗ്രന്ഥികളുടെ കണ്ണുനീർ കണ്ണിനെ ഈർപ്പമുള്ളതാക്കി സൂക്ഷിക്കുന്നു, പോഷകങ്ങൾ നൽകുന്നു. അപ്പോൾ കണ്ണുനീറാണെന്നുണ്ടെങ്കിൽ കണ്ണിനെ ഈർപ്പമുള്ളതാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോഷകങ്ങളും നൽകുന്നുണ്ട്. ഇനി മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടുന്നു. അപ്പം നമുക്ക് കണ്ണുനീരിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പമുള്ളതാക്കി സൂക്ഷിക്കുന്നുണ്ട്, കണ്ണുകളെ പോഷകങ്ങൾ നൽകുന്നുണ്ട്, മാലിന്യങ്ങളെ പുറന്തള്ളുന്നുണ്ട്. ഇതിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം അണുബാധയെ തടയുന്നു. അപ്പോൾ കണ്ണുനീറിന് കുറേ ധർമ്മങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കണ്ണിനെ ഈർപ്പമുള്ളതാക്കി സൂക്ഷിക്കുന്നുണ്ട്, പോഷകങ്ങൾ നൽകുന്നു, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിലെന്താണ്? ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇത് അണുബാധയെ തടയുന്നുണ്ട്. ഇനി കോർണിയ ഒഴികെയുള്ള ദൃഢപടല മുൻഭാഗത്തെ ആവരണം ചെയ്യുന്ന നേത്രാവരണം. അപ്പോൾ നേത്രാവരണം എന്ന് പറയുന്നത് കണ്ണിൽ എന്തുണ്ട്? കോർണിയ ഉണ്ട് അല്ലേ? ഈ കോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗം ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളെ ആവരണം ചെയ്യുകയാണ് ഈ നേത്രാവരണം ചെയ്യുന്നത്. ഓക്കെ, കണ്ണിനെ മുൻഭാഗം വരളാതെ സൂക്ഷിക്കുന്നു. ഓക്കെ, വരണ്ട് ഇരിക്കില്ല എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് വരളാതെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ പൊടിപടലങ്ങളിൽ നിന്നും മറ്റും സംരക്ഷണം നൽകുന്നു. ഡ്രൈ ആവാണ്ടിരിക്കുക കേട്ടോ. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന ഇതാണ് നേത്രാവരണമാണ്. അതുപോലെ തന്നെ പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, കണ്ണ് എവിടെയാണ്? തലയോട്ടിയിലെ നേത്രകോടരം എന്ന് പറയുന്ന കുഴികളിൽ
പേശികളാൽ നിർമ്മിച്ചിട്ടുള്ള നേത്രഗോളം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കൺപീലിയോട് കൂടിയിട്ടുള്ള കൺപോളകളുണ്ട്. ഇതെന്ന് പറയുന്നത് പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ്. അതുപോലെ തന്നെ കണ്ണുനീർ ഗ്രന്ഥികളിൽ കണ്ണുനീരുണ്ട് അല്ലേ. ഈ കണ്ണുനീരിൽ ലേസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ ഈ ലേസോസൈം എന്ന് പറയുന്ന എൻസൈം എന്ന് പറയുന്നത് അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കണ്ണെപ്പോഴും എന്താണ് ഈ ഈർപ്പമുള്ളതാക്കി സൂക്ഷിക്കുന്നതിനായിട്ടും പോഷകങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, നേത്രാവരണം പറഞ്ഞു. നേത്രാവരണം എന്ന് പറയുന്നത് കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗത്തെയാണ് നേത്രാവരണം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ മുൻഭാഗം വരളാതെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ പൊടിപടലങ്ങളിൽ നിന്നും മറ്റും സംരക്ഷണം നൽകുന്നു. നെക്സ്റ്റ് കണ്ണിൻ്റെ 3 പാളികൾ. ഏതൊക്കെയാണ് കണ്ണിൻ്റെ 3 പാളികൾ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ പാളികളാണ് വരുന്നുണ്ട്? ദൃഢപടലമുണ്ട് അല്ലേ. ഏറ്റവും പുറമേ കാണപ്പെടുന്നതാണ് ദൃഢപടലം. നടുവിൽ കാണപ്പെടുന്നതാണ് രക്തപടലമാണ്. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് ദൃഷ്ടിപടലം അല്ലേ. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. കോർണിയ ഏതാണ്? ഇതാണ് കോർണിയ കേട്ടോ. ഈ കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗത്തെയാണ് നേത്രാവരണം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ദൃഢപടലം എന്ന് വെച്ചാൽ ബാഹ്യപാളിയാണ്. പുറത്തുള്ള പാളിയാണ് ബാഹ്യപാളി. കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. ദൃഢപടലം എന്താണ്? കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. ഇതിൻ്റെ സുതാര്യമായ മുൻഭാഗം, അതായത് ഈ കോർണിയ, പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതിൻ്റെ ദൃഢപടലത്തിൻ്റെ സുതാര്യമായിട്ടുള്ള മുൻഭാഗം അല്ലേ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗമാണ് എന്ന് പറയുന്നത് കോർണിയ എന്ന് പറയുന്നത്. ഈ ദൃഢപടലം എന്ന് പറയുന്നത് പുറത്തുള്ളതാണ്. ഇതിൻ്റെ മുൻഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയ എന്താണ് ചെയ്യുന്നത്? കോർണിയ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു? പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. നെക്സ്റ്റ് രക്തപടലം എന്ന് വെച്ചാൽ നടുക്കുള്ള പാളി ഇല്ലേ. അപ്പോൾ എന്താണ്? രക്തലോമികകളാലുള്ള മധ്യപാളിയാണ് രക്തപടലം. ഐറിസിനും റെറ്റിനയ്ക്കും വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. രക്തപടലം എന്താ ചെയ്യുന്നത്? ഐറിസിനും റെറ്റിനയ്ക്കും വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്നത് ആരാണ്? രക്തപടലമാണ്. ഇനി ഊഷ്മാവ് ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെലാനിൻ വർണ്ണകമടങ്ങിയ ഇതിൻ്റെ മുൻഭാഗമായ ഐറിസിൽ, അതായത് പ്യൂപ്പിൾ കൃഷ്ണമണി, ഈ പ്യൂപ്പിൾ കൃഷ്ണമണി എന്ന് പറയുന്ന ഒരു സുഷിരമുണ്ട്. അതായത് എന്താ പറയുന്നത്? ഈ രക്തപടലം എന്ന് വെച്ചാൽ രക്തലോമികളുള്ള ഒരു പാളിയാണ്. അതുപോലെ തന്നെ ഐറിസിനും റെറ്റിനയ്ക്കും വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്ന ആരാണ്? രക്തപടലമാണ്. ഐറിസിനും അതുപോലെ തന്നെ പ്യൂപ്പിളിന് ഐറിസിനും അതുപോലെ തന്നെ ഏതാ പറഞ്ഞത്? റെറ്റിനയ്ക്കും വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്നുണ്ട്. ഊഷ്മാവ് ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകം ഉള്ള ഒരു ഭാഗമാണ് ഐറിസിൽ എന്താണ്? മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. അതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഐറിസിൽ എന്തുണ്ട്? പ്യൂപ്പിൾ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൃഷ്ണമണി ഉണ്ട് അല്ലേ. കൃഷ്ണമണി എന്ന് പറയുന്ന സുഷിരമുണ്ട്. ഐറിസിലുള്ള 2 തരം പേശികളാണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. മെലാനിൻ വർണ്ണകം അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐറിസിൽ 2 തരം പേശികളുണ്ട്. ഈ 2 തരം പേശികൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ മെലാനിൻ വർണ്ണകം അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇനി ഐറിസിന് പിറകിലായിട്ട് സിലിയറി പേശികളിൽ ഉറപ്പിച്ചിട്ടുള്ള കോൺവെക്സ് ലെൻസ് ദൃഷ്ടിപടലത്തിൽ ചെറുതും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം വീഴ്ത്തുന്നു. അപ്പോൾ ഐറിസിന് പിന്നിലായിട്ട് ഇതാണ് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നില്ലേ. ഈ ഐറിസിന് പിന്നിലായിട്ട് എന്ത് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു? ഐറിസിന് പിന്നിലായിട്ടാണ് ലെൻസ് കാണപ്പെടുന്നത്. ഇതാണ് ലെൻസ്, നീല കളറിലുള്ളതാണ് ലെൻസ്. ഈ ലെൻസ് എന്ന് പറയുന്നത് ഇതാണ് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിവിടെ എന്താണ് രൂപപ്പെടുന്നത്? എങ്ങനെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? എങ്ങനെയാണെന്ന് പറഞ്ഞു? യഥാർത്ഥമാണ്. തല കീഴായതാണ്, ചെറുതുമാണ് അല്ലേ. യഥാർത്ഥം തല കീഴായതും ചെറുതുമായിട്ടുള്ള പ്രതിബിംബം വീഴ്ത്തുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ദൃഷ്ടിപടലം. പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ഇതിൽ പ്രകാശഗ്രാഹികളുടെ പാളി, അതായത് നമ്മൾ പറഞ്ഞു പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളാണ്. അതുപോലെ തന്നെ ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി എന്നിവയുണ്ട്. അപ്പോൾ ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനയിൽ എന്തൊക്കെയാണുള്ളത്? ഈ റെറ്റിന എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഉള്ളിലുള്ള പാളിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രകാശഗ്രാഹികളുടെ പാളി, അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുണ്ട്. ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി എന്നിവയുണ്ട്. ഈ ഗാംഗ്ലിയോൺ കോശപാളിയിൽ നിന്നും തലച്ചോറിലേക്കുള്ള നേത്രനാഡി പോകുന്നു. ഓക്കെ, ഗാംഗ്ലിയോൺ കോശപാളിയിൽ നിന്നാണ് തലച്ചോറിലേക്കുള്ള നേത്രനാഡി പോകുന്നത്. എവിടെ നിന്നാണ്? ഗാംഗ്ലിയോൺ കോശപാളിയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കണ്ണിലെ ദ്രവങ്ങൾ. കണ്ണിൽ എത്ര തരം ദ്രവങ്ങളുണ്ട്? അക്വസ് ദ്രവവും അതുപോലെ തന്നെ വിട്രിയസ് ദ്രവവുമാണുള്ളത് അല്ലേ. അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവമാണുള്ളത്. ഈ അക്വസ് ദ്രവം എന്ന് വെച്ചാൽ
ലെൻസിനും കോർണിയയ്ക്കും ഇടയിലെ അക്വസ് അറയിലുള്ള ജലസദൃശ്യമായ ദ്രവമാണ് അക്വസ് ദ്രവം. എന്താണ്? ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ, അതായത് ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് അല്ലേ, അതുപോലെ തന്നെ കോർണിയ എന്ന് പറയുന്നത് ഇതാണ് കോർണിയ എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് എന്ത് കാണപ്പെടുന്നത്? കാണപ്പെടുന്നത്? അക്വസ് ദ്രവം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? രക്തത്തിൽ നിന്നും ഊറി ഉണ്ടാകുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. രക്തത്തിൽ നിന്ന് ഊറി ഉണ്ടാകുന്ന ഒരു ദ്രവമാണ് അക്വസ് ദ്രവം. ഈ അക്വസ് ദ്രവം എന്ത് സംഭവിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? ഈ നമ്മൾ പറഞ്ഞു രണ്ടെണ്ണത്തിനിടയിലാണെന്ന് പറഞ്ഞില്ലേ, അതായത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണെന്ന് പറഞ്ഞില്ലേ, ഈ കോർണിയയ്ക്കും ലെൻസിനും ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. കൂടാതെ അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്നു. അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെൻസിനും കോർണിയയ്ക്കും വേണ്ട പോഷകങ്ങളും നൽകുന്നുണ്ട്. നെക്സ്റ്റ് വിട്രിയസ് ദ്രവം. വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. അതായത് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ തന്നെ റെറ്റിന എന്ന് പറയുന്നത് ഇതാണ്. റെറ്റിന എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ദൃഢപടലമാണ് അല്ലേ, ഏറ്റവും ഉള്ളിലുള്ള പടലമാണ് എന്ന് പറയുന്നത് റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ദൃഷ്ടിപടലം അല്ലേ, ദൃഷ്ടിപടലമാണ്. ഓക്കെ, അപ്പോൾ ഈ ദൃഷ്ടിപടലത്തിനും അതുപോലെ തന്നെ ഈ ലെൻസിനും അല്ലേ, ഇത് ഈ ഒരു ഭാഗമാണ്, ഈ ഒരു അറയുണ്ടല്ലോ, ഈ ലൈറ്റ് റോസ്, ഇതാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ വിട്രിയസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലെ വിട്രിയസ് അറയിലുള്ള ജെല്ലി പോലെയുള്ള സുതാര്യ ദ്രവമാണ്. ഇത് നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുകയാണ് വിട്രിയസ് ദ്രവം ചെയ്യുന്നത്. എന്നാൽ അക്വസ് ദ്രവം ചെയ്യുന്നത് എന്താണ്? ലെൻസിനും അതുപോലെ തന്നെ കോർണിയയ്ക്കും ഇടയിലുള്ള കോർണിയയ്ക്ക് ഇടയിലായിട്ടാണ് ഈ അക്വസ് ദ്രവം കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ അക്വസ് ദ്രവം കാണപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവയ്ക്ക് രണ്ടിനും ഓക്സിജനും പോഷണവും നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിട്രിയസ് ദ്രവമാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേത്രഗോളത്തിന് ഇത് കറക്റ്റ് ഷേപ്പ് നൽകുന്നുണ്ടല്ലോ, നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുകയാണ് ചെയ്യുന്നത് വിട്രിയസ് ദ്രവം. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? കണ്ണിൻ്റെ ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിൽ 3 പാളി ന്യൂറോണുകളുണ്ട്. അവ ഏതെല്ലാമാണ്? കണ്ണിൻ്റെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറഞ്ഞു. ഈ റെറ്റിനയ്ക്ക് 3 പാളി ന്യൂറോണുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് പാളികളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെയാണ് പ്രകാശഗ്രാഹികളുടെ പാളി. ഈ പ്രകാശഗ്രാഹികളുടെ പാളി എന്ന് പറയുമ്പോൾ പ്രകാശഗ്രാഹികളായിട്ടുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന പാളിയാണ് ഈ പ്രകാശഗ്രാഹികളുള്ള പാളി എന്ന് പറയുന്നത്. ഇതിൽ റോഡ് കോശങ്ങൾ എന്താ ചെയ്യുന്നത്? റോഡ് കോശങ്ങൾ ചെയ്യുന്നത് ഇരുണ്ട വെളിച്ചത്തിലാണ് പ്രവർത്തിക്കുന്നുള്ളൂ. റോഡ് കോശങ്ങൾ ഇരുണ്ട വെളിച്ചത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കറുപ്പും വെളുപ്പാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് റോഡ് കോശങ്ങളാണ്. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിലാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞില്ലേ, മങ്ങിയ വെളിച്ചത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി കോൺ കോശങ്ങളാണെന്നുണ്ടെങ്കിൽ തീവ്രപ്രകാശത്തിൽ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. കോൺ കോശങ്ങളാണെന്നുണ്ടെങ്കിൽ തീവ്രപ്രകാശത്തിലാണ് കാണുന്നത്, അതുപോലെ തന്നെ എന്താണ്? വർണ്ണക്കാഴ്ചയാണ് കാണപ്പെടുന്നത്. എന്നാൽ റോഡ് കോശങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരുണ്ട വെളിച്ചത്തിലാണ് കാണപ്പെടുന്നത്, അവിടെ കറുപ്പും വെള്ളയും മാത്രമാണ് കാണപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് ബൈപോളാർ കോശപ്പാളി. നമ്മൾ 3 കോശപ്പാളി പറഞ്ഞു, അതിൽ രണ്ടാമത്തെയാണ് ബൈപോളാർ കോശപ്പാളി. ബൈപോളാർ കോശപ്പാളി എന്ന് വെച്ചാൽ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശം കൈമാറുന്നു. ഓക്കെ, അപ്പോൾ ബൈപോളാർ കോശപ്പാളി എന്താ ചെയ്യുന്നത്? ഇവയ്ക്ക് രണ്ടിനും ഇടയിലായിട്ടാണ്, അതായത് പ്രകാശഗ്രാഹികളുടെ പാളിക്കും അതുപോലെ തന്നെ ഗാംഗ്ലിയോൺ കോശപ്പാളിക്കും ഇടയിലായിട്ടാണ് ഈ ബൈപോളാർ കോശപ്പാളി കാണപ്പെടുന്നത്. അപ്പോൾ ഈ ബൈപോളാർ കോശപ്പാളി എന്താ ചെയ്യുന്നത്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശം കൈമാറുന്നു. ഈ പാളിയിൽ ഓൺ ബൈപോളാർ കോശങ്ങളുണ്ട്, ഓഫ് ബൈപോളാർ കോശങ്ങളുണ്ട്. നെക്സ്റ്റ് ഗാംഗ്ലിയോൺ കോശപ്പാളി. ഗാംഗ്ലിയോൺ കോശപ്പാളി എന്താ ചെയ്യുന്നത്? ബൈപോളാർ കോശങ്ങളിൽ നിന്ന് നേത്രനാഡിയിലേക്ക് സന്ദേശം കൈമാറുന്നു. ബൈപോളാർ കോശപ്പാളി എന്താ ചെയ്യുന്നത്? ഗാംഗ്ലിയോൺ കോശപ്പാളി എന്താ ചെയ്യുന്നത്? ബൈപോളാർ കോശങ്ങളിൽ നിന്നും നേത്രനാഡിയിലേക്ക് സന്ദേശം കൈമാറുന്നു. അപ്പോൾ ഇവിടെ 3 പാളി ന്യൂറോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രകാശഗ്രാഹികളുടെ പാളി എന്ന് വെച്ചാൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളാണ്. ബൈപോളാർ കോശപ്പാളി ചെയ്യുന്നത് ഈ പ്രകാശഗ്രാഹികളുടെ പാളി അല്ലേ, അവിടെ നിന്നും വരുന്ന സന്ദേശങ്ങൾ ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗാംഗ്ലിയോൺ കോശപ്പാളി എന്താ ചെയ്യുന്നത്? ഗാംഗ്ലിയോൺ പാളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൈപോളാർ കോശങ്ങളിൽ നിന്നും സന്ദേശം വന്നിട്ടുണ്ടല്ലോ, ഈ സന്ദേശത്തെ നേത്രനാഡിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അക്വസ് അറയും വിട്രിയസ് അറയും എവിടെയാണ് കാണപ്പെടുന്നത് പറഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിട്രിയസ് അറ കാണപ്പെടുന്നത്, ഇവിടെയാണ് അക്വസ് അറ കാണപ്പെടുന്നത് അല്ലേ, അക്വസ് അറ കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ദൃഢപടലത്തിൻ്റെ സുതാര്യവും തള്ളി നിൽക്കുന്നതുമായ മുൻഭാഗത്തെ അറിയപ്പെടുന്നത് എന്താണ്? ദൃഢപടലം എന്ന് വെച്ചാൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ദൃഢപടലം എന്ന് വെച്ചാൽ പുറമേയുള്ള ഭാഗമാണ് അല്ലേ, അവിടെ മുൻപിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോർണിയാണ് അല്ലേ, കോർണിയാണ്. ആൻസർ ഇതാ വരുന്നത്, കോർണിയാണ്. ഇനി കോർണിയയ്ക്ക് പിറകിലായി ലെൻസിനെ മറച്ചുകൊണ്ട് കാണുന്ന രക്തപടല ഭാഗം ഏതാണ്? കോർണിയയ്ക്ക് പിറകിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? കോർണിയയ്ക്ക് പിറകിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഐറിസ് ആണ് അല്ലേ. കോർണിയയ്ക്ക് പിറകിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്?
ഇതാണ് കോർണിയ എന്ന് പറയുന്നത്. ഇതിന് എവിടെയാണ് എന്ത് കാണപ്പെടുന്നതാണ്? ഐറിസ്. പച്ച കളറിലുള്ളതാണ് ഐറിസ്. അപ്പോൾ ഐറിസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഐറിസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? രക്തപ്രലവുമായിട്ട്. അപ്പോൾ കോർണിയയ്ക്ക് പിറകിലായി ലെൻസിനെ മറച്ചുകൊണ്ട് കാണുന്ന രക്തപടല ഭാഗം ഏതാണ്? ഐറിസ് ആണ്. ഈ ഐറിസ് ഇതിൻ്റെ മധ്യത്തിലുള്ള സുഷിരമായ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണി ഉണ്ടല്ലോ, ഐറിസിൻ്റെ മധ്യത്തിലായിട്ട് ഇവിടെ നോക്കി നോക്കാം. ഐറിസിൻ്റെ മധ്യത്തിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഐറിസിൻ്റെ മധ്യത്തിലായിട്ട് പ്യൂപ്പിൾ കാണപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഐറിസിൻ്റെ മധ്യത്തിലുള്ള സുഷിരത്തെയാണെന്ന് പറയുന്നത് പ്യൂപ്പിൾ, അല്ലെങ്കിൽ എന്താണ്? കൃഷ്ണമണി എന്ന് പറയുന്നത്. ഈ കൃഷ്ണമണി എന്താ ചെയ്യുന്നത്? കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഐറിസിന് ഇരുണ്ട വർണ്ണം, ഓക്കെ, ഇരുണ്ട നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? മെലാനിൻ ആണ്. ഈ മെലാനിൻ, ഈ വർണ്ണകം അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശത്തിനനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്ന ഐറിസിലെ പേശികൾ ഏതൊക്കെയാണ്? ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അപ്പോൾ പ്രകാശത്തിൻ്റെ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്ന ഐറിസിലെ പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? തീവ്ര വെളിച്ചത്തിൽ വലയ പേശികൾ ചുരുങ്ങുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയും. തീവ്ര വെളിച്ചത്തിൽ, നല്ല വെളിച്ചം വരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വലയ പേശികൾ ചുരുങ്ങും. വലയ പേശികൾ ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയും. എന്നാൽ മങ്ങിയ വെളിച്ചത്തിലാണെന്നുണ്ടെങ്കിൽ റേഡിയൽ പേശികൾ ചുരുങ്ങും, അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടും. ഓക്കെ, അപ്പോൾ നല്ല വെളിച്ചമാണെന്നുണ്ടെങ്കിൽ വലയ പേശികൾ ചുരുങ്ങുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയും. ഇനി മങ്ങിയ വെളിച്ചത്തിലാണെന്നുണ്ടെങ്കിൽ റേഡിയൽ പേശികൾ ചുരുങ്ങുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുന്നു. പിക്ചറിൽ കണ്ടില്ലേ? വലയ പേശികൾ എന്ത് ചെയ്യുന്നു? വലിയ പേശികൾ ചുരുങ്ങാണ്, അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറേയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നെക്സ്റ്റ് അത് തീവ്ര വെളിച്ചത്തിലാണ് കേട്ടോ. തീവ്ര വെളിച്ചത്തിലാണ് വലയ പേശികൾ. ഇനി മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ പേശികൾ ചുരുങ്ങുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് ഉണ്ടാവുകയും രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് ഉണ്ടാവുകയും രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത്. നെക്സ്റ്റ്, നേത്ര ലെൻസിൻ്റെ 3 പാളികൾ. പാളികളാണ്. പുറത്തെ ക്യാപ്സ്യൂള്, പിന്നെ വരുന്നത് ഒരു വശത്ത് എപ്പിത്തീലിയം വരുന്നുണ്ട്, ലെൻസ് നാരുകളും വരുന്നുണ്ട്. അപ്പോൾ നേത്ര ലെൻസിൻ്റെ 3 പാളികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. പുറത്തെന്താണ്? ക്യാപ്സ്യൂളാണ്. പുറത്തെ ക്യാപ്സ്യൂള്, പിന്നെ നടുക്ക് എന്താണ്? എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട് അല്ലേ? എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട് ഒരു വശത്തായിട്ട്, ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉള്ളിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ലെൻസ് നാരുകളും കാണപ്പെടുന്നുണ്ട്. ഇനി ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം ഡാഷ് എന്ന പ്രോട്ടീനാണ്. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം ഏതാണ്? ക്രിസ്റ്റലീൻ ആണ് ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം. ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി പ്രതിബിംബം ദൃഷ്ടിപടലത്തിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന പേശികൾ ഏതാണ്? ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തിയിട്ട് പ്രതിബിംബം ദൃഷ്ടിപടലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഇനി എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? ഈ അക്കോമഡേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വെച്ചാൽ, അടുത്തും അകലെയുള്ളതുമായ വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? അടുത്തും അകലെയുള്ളതുമായ വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സീലിയറി പേശികളുടെയും ലിഗ്മെൻറ്റുകളുടെയും പ്രവർത്തനത്തിലൂടെ ലെൻസിൻ്റെ വക്രതയിൽ വ്യത്യാസം വരുത്തിയാണ് ഇത് സാധ്യമാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സീലിയറി പേശികളാണ് ഇതിനു വേണ്ടി സഹായിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? വക്രത വ്യത്യാസം നോക്കിയിട്ടില്ലേ? അപ്പോൾ സീലിയറി പേശികളുടെയും ലിഗ്മെൻറ്റുകളുടെയും പ്രവർത്തനത്തിലൂടെ ലെൻസിൻ്റെ വക്രതയിൽ വ്യത്യാസം വരുത്തിയാണിത് സാധ്യമാവുന്നത്. അകലെയുള്ള വസ്തുവിനെ കാണുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്, അപ്പോൾ ലിഗ്മെൻറ്റുകൾ വലിഞ്ഞ് ലെൻസിൻ്റെ വക്രത കുറവായിരിക്കും. എന്നാൽ വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ ചുരുങ്ങുന്നു, ലിഗ്മെൻറ്റുകൾ അയഞ്ഞ് ലെൻസിൻ്റെ വക്രത കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? അകലെയുള്ള വസ്തുവിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്, അപ്പോൾ ഈ ലിഗ്മെൻറ്റുകൾ വലിഞ്ഞിട്ട് ലെൻസിൻ്റെ വക്രത കുറവായിരിക്കും. എന്നാൽ അടുത്തുള്ള വസ്തുവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിയറി പേശികൾ ചുരുങ്ങും, ലിഗ്മെൻറ്റുകൾ അയഞ്ഞിട്ട് ലെൻസിൻ്റെ വക്രത കൂടുന്നു. നെക്സ്റ്റ്, റെറ്റിനയിലെ പീതബിന്ദു അന്ധബിന്ദു എന്താണ്? ദൃഷ്ടിപടലത്തിൽ നേത്രനാളി തുടങ്ങുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ച അനുഭവപ്പെടില്ല. ദൃഷ്ടിപടലത്തിൽ നേത്രനാടി വരുന്നത്
പിക്ചറിൽ നോക്കി. ഇതാണ് നേത്രനാടി എന്ന് പറയുന്നത്. ഈ നേത്രനാടി തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് എന്താണ് നേത്രനാടികൾ വരുന്ന ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രകാശഗ്രാഹികളൊന്നുമില്ല. അതിനാൽ തന്നെ അവിടെ കാഴ്ച അനുഭവപ്പെടില്ല. ഈ ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? അന്ധബിന്ദു എന്ന് പറയുന്നു. അന്ധബിന്ദു അല്ലേ, അന്ധബിന്ദു എന്നറിയപ്പെടുന്നു. ദൃഷ്ടിപടലത്തിൽ പ്രതിബിംബം വീഴുന്ന മധ്യഭാഗം കോൺ കോശങ്ങൾ കൂടുതലുള്ളതും കാഴ്ച കൂടിയതുമാണ്. അതായത് ഈ പ്രതിബിംബം വീഴുന്ന ഭാഗം, ദൃഷ്ടിപടലത്തിൽ പ്രതിബിംബം വീഴുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺ കോശങ്ങൾ കൂടുതലാണ്, അതുപോലെ തന്നെ കാഴ്ച കൂടിയതാണ്. ഈ ഭാഗത്തെയാണ് എന്ന് അറിയപ്പെടുന്നത് പീതബിന്ദു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ബിന്ദു, പീതബിന്ദു ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പ്രകാശഗ്രാഹികളുടെ താരതമ്യമാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും താരതമ്യം. റോഡ് കോശങ്ങളുടെ ആകൃതി എന്താണ്? സിലിണ്ടർ ആകൃതിയാണ്. കോൺ കോശങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ കോണാകൃതിയാണ്. ഇനി റോഡ് കോശങ്ങളുടെ എണ്ണം 9 കോടിയിലേറെയുണ്ട്. എന്നാൽ കോൺ കോശങ്ങളോ 45 ലക്ഷത്തോളമാണ് വരുന്നത്. ഇനി റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകമാണ് റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ ആണ്. ഇനി റോഡ് കോശങ്ങൾ ഒരു തരമാണുള്ളത്, എന്നാൽ കോൺ കോശങ്ങൾ 3 തരമുണ്ട്. ഇനി റോഡ് കോശങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നതാണ് ഇരുണ്ട വെളിച്ചത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറുപ്പും വെളുപ്പാണ് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ കോൺ കോശങ്ങളാണെന്നുണ്ടെങ്കിൽ തീവ്ര പ്രകാശത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്ന ഏത് കോശങ്ങളാണ്? കോൺ കോശങ്ങളാണ്. നെക്സ്റ്റ് റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലും അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ. റോഡോപ്സിൻ നമ്മൾ പറഞ്ഞു, റോഡോപ്സിൻ എന്ന് പറയുന്നതും ഫോട്ടോപ്സിൻ എന്ന് പറയുന്നതാണ് പ്രകാശഗ്രാഹികളിലുള്ള വർണ്ണകമാണ് അല്ലേ. അപ്പോൾ വൈറ്റമിൻ എയിൽ നിന്നുള്ള റെറ്റിനാൽ, പ്രോട്ടീനായ ഓപ്സിൻ എന്നിവയാണ് ഇവ രണ്ടിലും അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ എയിൽ നിന്നുള്ള റെറ്റിനാലും പ്രോട്ടീനായ ഓപ്സിനുമാണ്. റെറ്റിനാലിൻ്റെ രാസഘടന റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലും വ്യത്യസ്തമായിരിക്കും. രാസഘടന പക്ഷേ വ്യത്യസ്തമായിരിക്കും, എന്നാലും രണ്ടെണ്ണത്തിലും എന്തുണ്ട്? റെറ്റിനാലുമുണ്ട്, ഓപ്സിനുമുണ്ട്. ഇനി പ്രകാശഗ്രാഹികളിലെ വർണ്ണകങ്ങളുടെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഈ വർണ്ണകങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ്? പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന തന്മാത്രകളായ വർണ്ണകങ്ങളാണ് തലച്ചോറിലേക്കുള്ള രാസസന്ദേശങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന തന്മാത്രകളായ വർണ്ണകങ്ങളാണ് തലച്ചോറിലേക്കുള്ള രാസസന്ദേശങ്ങൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് റെറ്റിനയിലെ ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങളും? റെറ്റിനയിലുള്ള റെറ്റിനയിൽ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. റെറ്റിനയിൽ എന്തുണ്ട്? ഓൺ ബൈപോളാർ കോശങ്ങളുണ്ട്, ഓഫ് ബൈപോളാർ കോശങ്ങളുണ്ട്. എന്താണ്? പ്രകാശത്തെ തിരിച്ചറിയുന്ന ബൈപോളാർ കോശങ്ങളാണ് ഓൺ ബൈപോളാർ കോശങ്ങൾ. എന്നാൽ ഇരുട്ടിനെ തിരിച്ചറിയുന്ന ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഇരുട്ടിനെ തിരിച്ചറിയുന്നതാണ് ഓഫ് ബൈപോളാർ കോശങ്ങൾ. എന്നാൽ പ്രകാശത്തെ തിരിച്ചറിയുന്നതാണെങ്കിൽ ഏതാണ്? ഓൺ ബൈപോളാർ കോശങ്ങളാണ്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും പ്രകാശഗ്രാഹികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് കാഴ്ച എന്നനുഭവപ്പെടുന്നതിൻ്റെ പിന്നിലെ പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹികളായ റോഡ് കോൺ കോശങ്ങൾ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതായത് പ്രകാശമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ടെന്നില്ലേ. ഇവ എന്ത് ഉൽപ്പാദിപ്പിക്കില്ല? ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൺ ബൈപോളാർ കോശങ്ങൾ സജീവമാകും. ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന കോശങ്ങളല്ലേ. അപ്പോൾ ഓൺ ബൈപോളാർ കോശങ്ങൾ സജീവമാകും. എന്നിട്ട് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങൾ നേത്രനാടി വഴി തലച്ചോറിലേക്ക് എത്തുന്നു. കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ എന്നിട്ട് ഓൺ ബൈപോളാർ കോശങ്ങൾ ഓണായി. അപ്പോൾ എന്ത് രൂപപ്പെട്ടു? ആവേഗങ്ങൾ രൂപപ്പെട്ടു. ഈ ആവേഗങ്ങൾ നേത്രനാടി വഴിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ പ്രകാശത്തിൻ്റെ അഭാവത്തിൽ, പ്രകാശമില്ല എന്നുണ്ടെങ്കിൽ ഏത് ഗ്രാഹികളാണ്? ഈ പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് കോശങ്ങളായിരിക്കും ഓൺ ആയിരിക്കുക? ഏത് കോശങ്ങളാണ് സജീവമാകേതാണ്? ഓഫാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുട്ടിനെ തിരിച്ചറിയുന്ന കോശങ്ങളാണ് ഓഫ് ബൈപോളാർ കോശങ്ങൾ. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓൺ ബൈപോളാർ കോശങ്ങളാണ് സജീവമാകുന്നത്. അപ്പോൾ ആവേഗം രൂപപ്പെട്ടു. ഇങ്ങനെ ആവേഗം രൂപപ്പെട്ടിട്ട് നേത്രനാടി വഴി ഇങ്ങോട്ടേക്ക് എത്താണ്? നേത്രനാടി വഴി തലച്ചോറിലേക്ക് എത്തിയിട്ട് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവുകയാണ്. ഇനി ഇരുട്ടെന്ന അനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രകാശത്തിൻ്റെ അഭാവത്തിൽ, പ്രകാശമില്ല എന്നുണ്ടെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ത് സംഭവിക്കും? സജീവമാകും. അപ്പോൾ അവിടെ ആവേഗങ്ങൾ രൂപപ്പെടും. അങ്ങനെ ഈ ആവേഗങ്ങൾ നേത്രനാടി വഴി തലച്ചോറിലേക്ക് എത്തും. അങ്ങനെ ഇരുട്ടെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതായത് പ്രകാശത്തിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അവിടെ ഏതാണ്? ഓൺ ബൈപോളാർ കോശങ്ങളാണ് രൂപപ്പെടുന്നത്. പിന്നെ ആവേഗങ്ങളൊക്കെ പോയി നേത്രനാടി വഴി പോയി തലച്ചോറിലേക്ക് എത്തും അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഇരുട്ടിൻ്റെ സമയത്താണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ ഏത് കോശങ്ങളാണ് സജീവമാകുന്നത്? ഓഫ് ബൈപോളാർ കോശങ്ങളാണ്.
നെക്സ്റ്റ് എന്താണ് പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനുള്ള 3 തരം കോൺ കോശങ്ങൾ ഏതൊക്കെയാണ് എസ്, എം, എൽ. എസ് കോണുകൾ, എം കോണുകൾ, എൽ കോണുകൾ. എസ് കോണുകളിൽ നിന്ന് വെച്ചാൽ എന്താണ് ഹ്രസ്വതരംഗ ദൈർഘ്യത്തിൽ അതായത് നീല വെളിച്ചത്തിൽ സംവേദനത്വം കാണിക്കുന്നു. അതായത് എസ് കോണുകൾ എന്ന് വെച്ചാൽ ഹ്രസ്വതരംഗ ദൈർഘ്യത്തിൽ മാത്രമാണ്, അതായത് നീല വെളിച്ചത്തിൽ മാത്രമാണ് സംവേദനത്വം കാണിക്കുന്നത്. എന്നാൽ എം കോണുകളിൽ നിന്ന് വെച്ചാൽ എന്താണ് ഇടത്തരം തരംഗ ദൈർഘ്യത്തിലാണ്, അതായത് പച്ച വെളിച്ചത്തിലാണ് അവിടെ സംവേദനത്വം കാണിക്കുന്നത്. ഇനി എൽ കോണുകളാണെന്നുണ്ടെങ്കിലോ വലിയ തരംഗ ദൈർഘ്യത്തിലാണ്, അതായത് ചുവന്ന വെളിച്ചത്തിലാണ് സംവേദനത്വം കാണിക്കുന്നത്. അതായത് ഇവിടെ എന്താ പറയുന്നത് എസ് കോണുകളും എം കോണുകളും എൽ കോണുകളും ഉണ്ട്. എസ് കോണുകൾ എന്ന് വെച്ചാൽ ഹ്രസ്വതരംഗ ദൈർഘ്യമാണ്. ഹ്രസ്വതരംഗ ദൈർഘ്യം എന്ന് വെച്ചാൽ തരംഗ ദൈർഘ്യം കുറവുള്ളത് ഇതിനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, അതുപോലെ തന്നെ ഒരു സ്പെക്ട്രം നോക്കുമ്പോൾ ഇതിലായിരുന്നു ബ്ലൂനായിരുന്നു അല്ലേ, വയലറ്റ് കഴിഞ്ഞപ്പോൾ ഇൻഡിഗോയ്ക്ക്, അതിനുശേഷം എന്താണ് ബ്ലൂ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എസ് കോണുകൾ ഇവിടെ ഹ്രസ്വതരംഗ ദൈർഘ്യത്തിൽ എന്ന് വെച്ചാൽ എന്താണ് നീലയാണ് അല്ലേ, നീല വെളിച്ചത്തിലാണ് സംവേദനത്വം കാണിക്കുന്നത്. എന്നാൽ എം കോണുകൾ എന്ന് വെച്ചാൽ എന്താണ് എം കോണുകൾ എന്ന് വെച്ചാൽ ഇടത്തരം തരംഗ ദൈർഘ്യമാണ്, അതായത് എന്താ വരുന്നത് പച്ച വെളിച്ചത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി എൽ കോണുകൾ എന്ന് വെച്ചാൽ എന്താണ് വലിയ തരംഗ ദൈർഘ്യമാണ് അല്ലേ, വലിയ, അത് നമുക്ക് എസ് എന്ന് വെച്ചാൽ എന്താ പറയുക സ്മോൾ എന്ന് വിചാരിക്കുക അല്ലേ, അതുപോലെ തന്നെ എം എന്ന് വെച്ചാൽ എന്താണ് മീഡിയം ആണെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എന്താണ് ലാർജ് ആണ്. ഓക്കെ, അപ്പോൾ വലിയ തരംഗ ദൈർഘ്യത്തിലാണ്, അതായത് ചുവന്ന വെളിച്ചത്തിലാണ് അവിടെ സംവേദനത്വം കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോൺ കോശങ്ങൾ വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് എങ്ങനെയാണ്? പ്രകാശത്തിൻ്റെ തീവ്രതയും തരംഗ ദൈർഘ്യവും അനുസരിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 തരം കോണുകളും പല അനുപാതത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അതിനാൽ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രതയും തരംഗ ദൈർഘ്യമൊക്കെ നോക്കിയിട്ടാണ് ഈ 3 കോശങ്ങൾ അല്ലെങ്കിൽ ഈ 3 കോണുകളിലെ 3 കോണുകളും പല അനുപാതത്തിൽ ഉത്തേജിക്കപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് വർണ്ണക്കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുവപ്പും പച്ചയും കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറം വരുന്നു അല്ലേ. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രകാശം എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതെന്താ പറയുന്നത് ചുവപ്പും പച്ചയും അല്ലേ, ചുവപ്പും പച്ചയാണെന്നുണ്ടെങ്കിൽ അവിടെ മഞ്ഞ നിറമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കോണുകളും ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഏത് കളറാണ് ഉണ്ടാവുക? വെള്ള നിറമാണ് ഉണ്ടാകുക അല്ലേ. 3 കോണുകളും, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു RGB അല്ലേ, RGB എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ഏത് കളറാണ് ഉണ്ടാവുക? വെള്ള കളറാണ് ഉണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വർണ്ണാന്തത, എന്താണ് അതിന് കാരണം? അപ്പോൾ നമുക്ക് കണ്ണിലെ ഒരു എന്താണ് പറയുന്നത് കണ്ണിൻ്റെ ഒരു രോഗം അല്ലേ, കണ്ണിനെ ബാധിപ്പിക്കുന്ന രോഗമാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. വർണ്ണാന്തത എന്ന് വെച്ചാൽ എന്താണ് കോൺ കോശങ്ങളിലെ വർണ്ണകങ്ങളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്ന ജീനുകളിലെ തകരാറ് മൂലം ചിലർക്ക് പച്ചയും ചുവപ്പും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. അതായത് നമ്മൾ പറഞ്ഞു കോൺ കോശങ്ങളിലാണ് വർണ്ണങ്ങൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. വർണ്ണങ്ങൾ തിരിച്ചറിയുന്ന കോശം ഏതാണ്? കോൺ കോശമാണ്. അപ്പോൾ ഈ കോൺ കോശങ്ങളിലെ വർണ്ണകത്തിന് നമ്മൾ പറഞ്ഞു കോൺ കോശങ്ങളിൽ എന്താണ് വർണ്ണകമുണ്ട്. ഈ വർണ്ണകത്തിന് ഉൽപ്പാദനത്തിന് കാരണമാകുന്ന ജീനുകളിൽ തകരാറ് സംഭവിക്കും. ആ ജീനുകളിൽ തകരാറ് സംഭവിക്കുമ്പോൾ അവിടെ നിന്നാണ് പച്ചയും ചുവപ്പും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. നീല മഞ്ഞ വർണ്ണാന്തത പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരേപോലെ അപൂർവമായി മാത്രം ബാധിക്കുന്നു. നെക്സ്റ്റ് എന്തുകൊണ്ടാണ് പുരുഷന്മാരെ വർണ്ണാന്തത കൂടുതലായിട്ട് ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ഈ വർണ്ണാന്തത ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺ കോശങ്ങളിലെ വർണ്ണകങ്ങളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്ന ജീനുകൾ എക്സ് ക്രോമസോമിലാണുള്ളത്. കോൺ കോശങ്ങളിലെ വർണ്ണകങ്ങളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്ന ജീനുകൾ എക്സ് ക്രോമസോമിലാണുള്ളത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് എക്സ് ക്രോമസോം ഉള്ളത്. അതിനാൽ തന്നെ ഈ പച്ച ചുവപ്പ് വർണ്ണാന്തത കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ആരെയാണ്? പുരുഷന്മാരെയാണെന്ന് പറയുന്നു അല്ലേ. സ്ത്രീകൾ വൈകല്യമുള്ള ജീനിൻ്റെ വാഹകരായിരിക്കും. നീലക്കോൺ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ ക്രോമസോം 7 കാണപ്പെടുന്നത്. നീലക്കോൺ വർണ്ണകത്തിന് ഉൽപ്പാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ എവിടെയാണ് കാണപ്പെടുന്നത്? ക്രോമസോം 7 കാണപ്പെടുന്നത്. അപ്പോൾ കോൺ കോശങ്ങളിലെ വർണ്ണങ്ങളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്ന ജീനുകൾ എക്സ് ക്രോമസോമിലാണുള്ളത്. അപ്പോൾ എക്സ് കൂടുതലായിട്ടുള്ള പുരുഷന്മാർക്കാണ്. അതിനാലാണ് പുരുഷന്മാരിൽ വർണ്ണാന്തത കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് സ്ത്രീകൾക്ക് വർണ്ണാന്തത ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്ത്രീകൾക്ക് 2X ക്രോമസോമുകൾ ഉള്ളതിനാൽ ഏതെങ്കിലും ഒന്നിന് പ്രവർത്തനക്ഷമമായ ജീൻ നൽകാൻ കഴിയും. ഒരു സ്ത്രീക്ക് വർണ്ണാന്തത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരുടെ 2X ക്രോമസോമുകളിലും വൈകല്യമുള്ള ജീൻ പാരമ്പര്യമായി ലഭിക്കണം. അപ്പോൾ ഒരു സ്ത്രീക്ക് വർണ്ണാന്തത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 2X ക്രോമസോമുകളിൽ നിന്നുണ്ടായിരിക്കണം ഈ വൈകല്യമുള്ള ജീന് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കണം. നെക്സ്റ്റ് 2 കണ്ണുകളിൽ നിന്നുള്ള നാഡികൾ, അതായത് നേത്രനാഡികൾ സംയോജിക്കുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്താണ്? 2 കണ്ണുകളിൽ നിന്നുള്ള നാഡികൾ സംയോജിക്കുന്നത് ഏത് ഭാഗത്താണ്? ഒപ്റ്റിക് കയാസ്മയിലാണ്. 2 കണ്ണുകളിലും പ്രതിബിംബങ്ങൾ രൂപപ്പെട്ടിട്ടും നമുക്ക് വസ്തുക്കളെ രണ്ടായി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ബൈനാക്കുലർ ഫ്യൂഷൻ കാരണമാണ്. അതായത് 2 കണ്ണുകളിലും ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ആവേഗങ്ങൾ കാഴ്ചയുടെ കേന്ദ്രമായ വിഷ്വൽ കോർട്ടെക്സിൽ വെച്ച് ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ബൈനോക്കുലർ ഫ്യൂഷൻ?
ഇനി രണ്ട് കണ്ണുകളിലും പ്രതിബിംബങ്ങൾ രൂപപ്പെട്ടിട്ടും നമുക്ക് വസ്തുക്കൾ രണ്ടായിട്ട് കാണാൻ കഴിയാത്തത് എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ബൈനോക്കുലർ ഫ്യൂഷനാണ്. എന്താണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ? ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ രണ്ട് കണ്ണുകളിലും ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ആവേഗങ്ങൾ കാഴ്ചയുടെ കേന്ദ്രമായ വിഷ്വൽ കോർട്ടെക്സിൽ വെച്ച് ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈനോക്കുലർ ഫ്യൂഷൻ? രണ്ട് കണ്ണുകളിലും ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ആവേഗങ്ങൾ കാഴ്ചയുടെ കേന്ദ്രമായ വിഷ്വൽ കോർട്ടെക്സിൽ വെച്ചിട്ട് ലയിപ്പിക്കും. ആ പ്രക്രിയയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമുക്ക് 3D കാഴ്ച ലഭിക്കുന്നതും അതുപോലെ തന്നെ വസ്തുവിൽ നിന്നുള്ള അകലം, ആഴം എന്നിവ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നേത്രവൈകല്യങ്ങൾ അവയുടെ കാരണവും പരിഹാര മാർഗ്ഗമാണ്. അപ്പോൾ കണ്ണിനെ കുറിച്ച് കഴിയാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നേത്രവൈകല്യം ഒന്നാമത്തെ രോഗമാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം എന്താണ്? ദൈർഘ്യമുള്ള നേത്രഗോളമാണ്. പരിഹാരം എന്താണ്? കോൺകേവ് ലെൻസുള്ള കണ്ണട, കോൺടാക്റ്റ് ലെൻസ്, അതുപോലെ തന്നെ സർജറി. നെക്സ്റ്റ് ദീർഘദൃഷ്ടിക്ക് കാരണം ദൈർഘ്യം കുറഞ്ഞ നേത്രഗോളമാണ്. കോൺവെക്സ് ലെൻസുള്ള കണ്ണട, കോൺടാക്റ്റ് ലെൻസും സർജറിയൊക്കെയാണ് പരിഹാരം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിൽ വരുന്ന വ്യത്യാസമാണ്. അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ ലെൻസിൻ്റെയോ കോർണിയയുടെ വക്രതയിൽ വരുന്ന വ്യത്യാസമാണ്. ഇതിന് പരിഹാരം എന്താണ്? സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുക എന്നതാണ്. നെക്സ്റ്റ് നിശാന്തത വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക. നെക്സ്റ്റ് വർണ്ണാന്തത ജീനുകളിലെ വൈകല്യമാണ്. അതിലും എന്ത് തന്നെയാണ്? ജീനുകളിലെ വൈകല്യമാണ് വർണ്ണാന്തതയ്ക്ക് കാരണം. അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. നെക്സ്റ്റ് സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അപര്യാപ്തതയാൽ കോർണിയ അധാര്യമാവുന്നു. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് സിറോഫ്താൽമിയ, നിശാന്തതയും. അപ്പോൾ അതിനെ വൈറ്റമിൻ എ അടങ്ങിയ ആഹാരം കഴിക്കുക എന്നത് തന്നെയാണ്. നെക്സ്റ്റ് തിമിരം എന്ന് വെച്ചാൽ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ്. അതിന് നമുക്ക് പരിഹാരം എന്താണ്? സർജറിയാണ്. നെക്സ്റ്റ് എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി നിയന്ത്രണാതീതമായ പ്രമേഹം. എന്നിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ എന്താണ്? അതിന് കാരണം എന്താണ് പറയുന്നത്? നിയന്ത്രണാതീതമായിട്ടുള്ള പ്രമേഹമാണ്. അപ്പോൾ പ്രമേഹം എന്താണ്? കണ്ണിലേക്ക് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രമേഹം നിയന്ത്രിക്കണം. നെക്സ്റ്റ് ഗ്ലോക്കോമ എന്ന് വെച്ചാൽ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെട്ട് മർദ്ദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലോക്കോമ എന്ന് വെച്ചാൽ എന്താണ്? അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെട്ട് മർദ്ദം വർദ്ധിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നേത്രനാടി തകരാറിലാവുന്നു. അപ്പോൾ ഇതിനെ പരിഹാര മാർഗം എന്ന് പറയുന്നത് എന്താണ്? ലേസർ സർജറിയാണ്. നെക്സ്റ്റ് ചെങ്കണ്ണാണ്. ചെങ്കണ്ണെന്ന് പറയുന്നത് അണുബാധയാണ് അല്ലേ. അണുബാധയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. അതിന് എന്താണ്? ചികിത്സ ഉണ്ട്, അതുപോലെ തന്നെ വിശ്രമവുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നേത്ര രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിനുള്ള കാരണവും പരിഹാര മാർഗം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ ചെവിയിലേക്ക് കിടക്കാണ്. ചെവിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മിനിറ്റ്, കണ്ണുകളുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ഇനി ലോക കാഴ്ച ദിനം എന്ന് പറയുന്നത് എന്താണ്? ലോക കാഴ്ച ദിനം എപ്പോഴും ഒക്ടോബർ മാസത്തിലെ 2ാം വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീവ്രപ്രകാശം കണ്ണിൽ നേരിട്ട് പതിക്കാതെ സൂക്ഷിക്കുക. അതായത് തീവ്രപ്രകാശം കണ്ണിൽ നേരിട്ട് പതിക്കാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ തുടർച്ചയായിട്ട് വായിക്കാൻ പാടില്ല. തുടർച്ചയായി ടിവിയും കമ്പ്യൂട്ടർ ഫോൺ സ്ക്രീൻ കാണുന്നത് ആ ഒരു ശീലം ഒഴിവാക്കുക. ഇടയ്ക്കിടെ കണ്ണുകൾ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. വൈറ്റമിൻ എ അടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തുക. സമയബന്ധിതമായി നേത്ര പരിശോധന നൽകുക. അതുപോലെ തന്നെ കണ്ണുകൾക്ക് വിശ്രമം നൽകുക. അതായത് ഉറങ്ങാന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാഴ്ച വ്യക്തത പരിശോധനയ്ക്ക് സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഒരു തരം ചാർട്ട് ഏതാണ്? സ്നെല്ലൻ ചാർട്ടാണ് അല്ലേ. കാഴ്ച വ്യക്തത പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ട് എന്താണ്? സ്നെല്ലൻ ചാർട്ടാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെവിയിലേക്ക് കിടക്കുകയാണ്. ചെവിയുടെ ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് കേൾവിയാണ്, നമുക്കറിയാം. ഒന്ന് എന്താണ്? ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന എന്താണ്? ചെവിയാണ്. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. 2 പോയിന്റ് ഉണ്ട്. ചെവിയുടെ ധർമ്മം എന്താണ്? കേൾവിയും ശരീര തുലന പാലനം. നെക്സ്റ്റ് ചെവിയുടെ ഘടനയാണ്. മധ്യകർണത്തിന് 3 ഭാഗങ്ങളുണ്ട് അല്ലേ. മധ്യകർണത്തിന് 3 മുഖ്യ ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് വരുന്നത് എന്താണ്? ഓക്കെ, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്ന് പറയുന്ന 3 ഭാഗങ്ങളാണ് നമ്മുടെ ചെവിക്കുള്ളത്. എന്തൊക്കെയാണ്? ബാഹ്യകർണമുണ്ട്, മധ്യകർണമുണ്ട്, ആന്തരകർണമുണ്ട്. ഇതിൽ ബാഹ്യകർണത്തിൽ വരുന്നവ ഏതൊക്കെയാണ്? ചെവിക്കുട വരുന്നുണ്ട്. ഇതാണ് ചെവിക്കുട എന്ന് പറയുന്നത്. ഓക്കെ, ചെവിക്കുട എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. ചെവിക്കുട എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? കർണനാളം അല്ലേ. കർണനാളം വരുന്നുണ്ട്. കർണനാളം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ബാഹ്യകർണത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ടിംബാനം, അതായത് കർണപ്പടം വരുന്നത് എന്താണ്? ബാഹ്യകർണത്തിലാണ്. അപ്പോൾ ബാഹ്യകർണത്തിൽ 3
ഭാഗങ്ങളാണ് വരുന്നത്? ചെവിക്കുട, കർണനാളം, കർണപടം. നെക്സ്റ്റ് മധ്യകർണത്തിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കി നോക്കിയേ. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് എന്നീ 3 അസ്ഥി ശൃംഖല വരുന്നുണ്ട്. ഓക്കെ, അസ്ഥി ശൃംഖല എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് എന്ന് പറയുന്നതാണ് ഇവിടെ ആന്തരകർണത്തിലാണ്. അതുപോലെ തന്നെ എന്താണ് യൂസ്റ്റേഷ്യൻ നാളി ഉണ്ടല്ലോ, യൂസ്റ്റേഷ്യൻ കനാൽ വരുന്നതും ഇവിടെ തന്നെയാണ്, മധ്യകർണത്തിലും കൂടിയാണ്. നെക്സ്റ്റ് ആന്തരകർണത്തിൽ വരുന്ന ഏതൊക്കെയാണ്? കോഗ്ലിയ. എവിടെ അതാണ് ഈ ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നില്ല, അതാണ് കോഗ്ലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ വരുന്നുണ്ട്. ഇതാണ് വെസ്റ്റിബ്യൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത് ഇങ്ങനെ റാ പോലെ കാണുന്നില്ല, അതാണ് സെമി സർക്കുലർ കനാൽ. അതുപോലെ തന്നെ കോഗ്ലിയർ നാഡി, ഈ ഒരു നാഡി ഉണ്ടല്ലോ ഈ മഞ്ഞ കളറിലുള്ളത്, അതാണ് കോഗ്ലിയർ നാഡി. അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നാഡിയും, കോഗ്ലിയർ നാഡിയും വെസ്റ്റിബുലാർ നാഡിയും എവിടെ കാണപ്പെടുന്നുണ്ട്? ഈ 2 നാഡിയും എന്താണ്? ശ്രവണ നാഡികളാണ്. ഇതും കാണപ്പെടുന്നത് എവിടെയാണ്? ആന്തരകർണത്തിലാണ്. അപ്പം ബാഹ്യകർണത്തിൽ ചെവിക്കുട, കർണനാളം, അതുപോലെ കർണപടം. മധ്യകർണത്തിൽ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്, യൂസ്റ്റേഷ്യൻ കനാൽ. ഈ കർണപടത്തിന് വേറൊരു പേര് ടിംപാനം എന്നാണ്, നമ്മുടെ എസ്സിആർടിയിൽ ടിംപാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് ആന്തരകർണമാണ്. ആന്തരകർണത്തിൽ കോഗ്ലിയ, വെസ്റ്റിബ്യൂൾ എന്നാണ് സാക്യൂളും യൂട്രിക്കിളും വരുന്നുണ്ട്. പിന്നെ സെമി സർക്കുലർ കനാൽ, പിന്നെ ശ്രവണ നാഡികളായിട്ടുള്ള കോഗ്ലിയർ നാഡിയും വെസ്റ്റിബുലാർ നാഡിയും കാണപ്പെടുന്നു. നെക്സ്റ്റ് എന്താണ്? കർണപടത്തിലേക്ക് പൊടിപടലവും മറ്റും എത്തുന്നതിനെ തടയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു കണ്ണിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ ഉള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിപടലങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കൺപീലി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈസോസെയിം അല്ലേ, ഒരു എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെവിയിൽ കാണുന്നുണ്ടെങ്കിൽ കർണപടത്തിൽ എന്താണ്? രോമങ്ങൾ കാണപ്പെടുന്നുണ്ടല്ലേ, രോമങ്ങൾ. അതുപോലെ തന്നെ സേബം, കർണം, മെഴുക് എന്നിവയൊക്കെ എന്താണ്? കർണപടത്തിലേക്ക് പൊടിപടലവും മറ്റും എത്തുന്നത് തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ്. ഇനി അസ്ഥി ശൃംഖലയിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? അസ്ഥി ശൃംഖലയിലെ അസ്ഥികളാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് എന്നിവ. ഇവ ശബ്ദതരംഗങ്ങളെ ആവർത്തനം ചെയ്ത് കർണപടത്തിൽ നിന്നും കോഗ്ലിയയുടെ ഓവൽ വിൻഡോയിലേക്ക് എത്തിക്കുന്നു. ഇവ എന്താ ചെയ്യുന്നത്? അസ്ഥി ശൃംഖല എന്ന് പറയുമ്പോൾ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് ഈ 3 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേപ്പീസ് ആണ്. ഇതിലെ ചെറുതെന്നല്ല, മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സ്റ്റേപ്പീസ് ആണ് വരുന്നത്. ഇവ ശബ്ദതരംഗങ്ങളെ ആവർത്തനം ചെയ്തിട്ട് കർണപടത്തിൽ നിന്ന് എവിടേക്ക് എത്തിക്കുന്നു? കോഗ്ലിയയുടെ ഓവൽ വിൻഡോയിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏതാണ്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏതാണ്? യൂസ്റ്റേഷ്യൻ കനാൽ ആണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ. ഇത് കർണപടത്തിന് ഇരുഭാഗത്തുമുള്ള വായുമർദ്ദം തുലനപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. എന്താണ് ഈ യൂസ്റ്റേഷ്യൻ കനാൽ എന്താ ചെയ്യുന്നത്? കർണപടത്തിന് ഇരുഭാഗത്തുമുള്ള വായുമർദ്ദം തുലനപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. മധ്യകർണത്തിൽ നിന്നുള്ള ശ്ലേഷ്മവും അതുപോലെ തന്നെ എന്താണ് ദ്രാവകങ്ങളും ഗ്രസനിയിലേക്ക് ഒഴുകാനും സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? യൂസ്റ്റേഷ്യൻ കനാലാണ്. ഇത് വായുമർദ്ദം തുലനപ്പെടുത്താനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ആന്തരകർണത്തിൻ്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആന്തരകർണത്തിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഒച്ചിൻ്റെ ആകൃതിയുള്ള കോഗ്ലിയയ്ക്ക് 3 അറകളുണ്ട്. എന്താണ്? ഒന്നാമത് കോഗ്ലിയാണ് ആന്തരകർണത്തിലുള്ളത്. ഈ കോഗ്ലിയ ഒച്ചിൻ്റെ ആകൃതിയിലാണ്. അതുപോലെ തന്നെ കോഗ്ലിയയ്ക്ക് എത്ര അറകളുണ്ട്? 3 അറകളുണ്ട് അല്ലേ. മുകളിലെ അറയിലേക്കുള്ള കവാടത്തെ ഓവൽ വിൻഡോ എന്ന സ്ഥലം കൊണ്ട് അടച്ചിരിക്കുന്നു. മുകളിൽ ഒരു അറയുണ്ട്. ഈ അറയിലേക്കുള്ള കവാടത്തെ ഓവൽ വിൻഡോ എന്ന് പറയുന്ന ഒരു സ്ഥലം കൊണ്ട് അടച്ചിട്ടുണ്ട്. മുകളിലും താഴെയുമുള്ള അറകളിൽ എന്തുണ്ട്? പെരിലിംഫ് എന്ന് പറയുന്ന ദ്രവമുണ്ട്. മുകളിലും താഴെയുമായിട്ട് എന്തുണ്ട്? പെരിലിംഫ് എന്ന് പറയുന്ന ദ്രവമുണ്ട്. മധ്യ അറയിലാണെന്നുണ്ടെങ്കിലോ എൻഡോലിംഫ് എന്ന ദ്രവവും ഉണ്ട്. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് പെരിലിംഫ് എന്ന ദ്രവവും, ഇനി മധ്യ അറയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രവവും ഉണ്ട്. ഇനി മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസിലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികളുള്ള ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഭാഗമുള്ളത്. അപ്പോൾ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസിലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികളുള്ള ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഇതിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ശ്രവണ നാഡി പുറപ്പെടുന്നുണ്ട്. അപ്പോൾ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസിലാർ സ്ഥലത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഇതിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ശ്രവണ നാഡി പുറപ്പെടുന്നുണ്ട്. ഇനി കോഗ്ലിയയുടെ തുടർച്ചയായി മുകൾ ഭാഗത്തുള്ള വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു, വെസ്റ്റിബുലാർ എന്ന് പറഞ്ഞു അല്ലേ. വെസ്റ്റിബുലാർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു കാരണമാണ് വെസ്റ്റിബുലാർ എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്? രോമകോശങ്ങളുള്ള സാക്യൂളും യൂട്രിക്കിളും ചേർന്ന വെസ്റ്റിബിൾ എന്ന് പറയുന്ന ഒരു ഭാഗവും, അതായത് വെസ്റ്റിബിൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ
കർണപടത്തിൽ വെസ്റ്റിബുലാർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ എന്താണ് സാക്യൂളും യൂട്രിക്കിളും ഉണ്ട്. ഇതാണ് രോമകോശങ്ങളാണ്. അതുപോലെ തന്നെ 3 സെമി സർക്കുലർ കനാലുകളും ഉണ്ട്. ഇവിടെ നിന്ന് വെസ്റ്റിബുലാർ നാഡി പുറപ്പെടുന്നു. ഇവിടെ നിന്നാണ് വെസ്റ്റിബുലാർ നാഡി പുറപ്പെടുന്നത്. അപ്പോൾ ശ്രവണ നാഡി ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നാഡി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോഗ്ലിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കോഗ്ലിയ എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ ആകൃതിയിലാണ്. അതുപോലെ തന്നെ കോഗ്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കവാടത്തെ ഓവൽ വിൻഡോ എന്ന് പറയുന്ന ഒരു സ്ഥലം കൊണ്ട് അടച്ചിട്ടുണ്ട്. ഇനി എവിടെ 2 ദ്രവങ്ങൾ എന്ന് പറഞ്ഞു. പെരിലിംഫ് എന്ന് പറയുന്ന ദ്രവമുണ്ട്, എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രവമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ശ്രവണ നാഡി പുറപ്പെടുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, വെസ്റ്റിബുലാർ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സാക്യൂളും യൂട്രിക്കിളും ഉണ്ട്. വെസ്റ്റിബിൾ എന്ന് പറയുന്ന ഒരു ഭാഗവും 3 സെമി സർക്കുലർ കനാലുമുണ്ട്. ഇവിടെ നിന്നാണ് വെസ്റ്റിബുലാർ നാഡി പുറപ്പെടുന്നത്. ആന്തരകർണത്തിലെ കോഗ്ലിയ കേൾവിക്കും വെസ്റ്റിബുലാർ സിസ്റ്റം സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് ശരീര തൊലിന നില ശരിയാക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സെറിബെല്ലമാണ് ശരിക്കും മസ്തിഷ്കത്തിലെ ശരീര തൊലിന നില പാലിക്കുന്നത്. ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, സെറിബെല്ലമാണ്. അപ്പോൾ ആന്തരകർണത്തിലെ കോഗ്ലിയ കേൾവിക്കാണ് സഹായിക്കുന്നത്. എന്നാൽ വെസ്റ്റിബുലാർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സെറിബെല്ലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ശരീര തൊലിന നില പാലിക്കുന്നത്. അതിനാലാണ് ചെവിയുടെ ധർമ്മത്തിൽ നമ്മൾ എന്ത് പറഞ്ഞത്, തൊലിന നിലയെക്കുറിച്ചും പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ചെവിയുടെ ഭാഗങ്ങളും ധർമ്മവുമാണ്. ചെവിക്കുട എന്താ ചെയ്യുന്നത്, ചെവിക്കുട എന്ന് വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ചെവിക്കുട എന്ന് വെച്ചാൽ നമ്മുടെ പുറമേയുള്ളൊരു ഭാഗമാണ് അല്ലേ. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. ഒരു പരിധി വരെ അന്യവസ്തുക്കൾ കയറാതെ സംരക്ഷിക്കുന്നു. ശബ്ദം വരുന്ന ദിശ തിരിച്ചറിയാൻ സഹായിക്കുന്നു അല്ലേ. ചെവിക്കുട എന്താ ചെയ്യുന്നത്, ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. കർണനാളം എന്ന് പറഞ്ഞാൽ ചെവിക്കുട കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. ചെവിക്കുട കഴിഞ്ഞിട്ടാണ് ഈ ഒരു കർണനാളം വരുന്നത്. ഓക്കെ, അപ്പോൾ ചെവിക്കുടയിലേക്ക് എത്തുന്ന എന്താ പറഞ്ഞത്, കർണപടത്തിലേക്ക് നമ്മൾ പറഞ്ഞ എന്താ ഇവിടെ അല്ലേ, ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ഒരു പരിധി വരെ അന്യവസ്തുക്കൾ കയറാതെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ശബ്ദം വരുന്ന ദിശ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കർണനാളമാണ്. കർണനാളം എന്താ ചെയ്യുന്നത്, കർണപടത്തിലേക്ക് ശബ്ദതരംഗങ്ങളെ നയിക്കുന്നു. കർണനാളം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് കർണപടമാണ് അല്ലേ. കർണപടം നോക്കി ആ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് കർണപടം എന്ന് പറയുന്നത്. ഈ ഒരു നീല കളറിൽ ഇവിടെ ഈ നീല കളറിൽ കൊടുത്തിട്ടില്ലേ, ഇതാണ് കർണപടം എന്ന് പറയുന്നത്. അപ്പോൾ കർണനാളം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, കർണപടം വരുന്നത് അല്ലേ. അപ്പോൾ ഈ കർണപടത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെയാണ് രോമങ്ങളും സ്തബവും കർണമഴുകൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് അന്യവസ്തുക്കളെ തടയുന്നുണ്ട്. നെക്സ്റ്റ് അസ്ഥി ശൃംഖല പറഞ്ഞു അല്ലേ. കർണപടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു അസ്ഥി ശൃംഖല കാണപ്പെടുന്നുണ്ട് അല്ലേ. നോക്കി നോക്കിയേ, ഇതാണ് നമ്മുടെ അസ്ഥി ശൃംഖല എന്ന് പറയുന്നത്. നോക്കി നോക്കി, ഈ ഒരു മഞ്ഞ കളറിൽ കൊടുത്തിട്ടില്ലേ, ഈ ഒരു മഞ്ഞ കളറിൽ ഈ ഒരു ഭാഗത്താണ് അസ്ഥി ശൃംഖല വരുന്നത്. അപ്പോൾ അസ്ഥി ശൃംഖല എന്ന് പറയുമ്പോൾ എന്താണ്, മാരിയസും ഇംഗസും സ്റ്റേപ്പീസ് ഉണ്ട്. ഇവന്ന് ചെയ്യുന്നത് ശബ്ദതരംഗങ്ങളെ ആവർത്തനം ചെയ്ത് ഓവൽ വിൻഡോയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യൂസ്റ്റേഷ്യൻ കനാൽ എന്താ ചെയ്യുന്നത്, മധ്യകർണത്തെ ഗ്രസനയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിന് ഇരുഭാഗത്തുമുള്ള വായുമർദ്ദം തുലനപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു. അതുപോലെ തന്നെ മധ്യകർണത്തിൽ നിന്നുള്ള ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഗ്രസനയിലേക്ക് ഒഴുകാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ എന്താ ചെയ്യുന്നത്, പെരിലിംഫിനെ കമ്പനം ചെയ്യിക്കുന്നതിലൂടെ എൻഡോലിംഫിനും ഇളക്കമുണ്ടാക്കുന്നു. എന്താണ് ഓവൽ വിൻഡോ എന്ന് വെച്ചാൽ, പെരിലിംഫിനെ കമ്പനം ചെയ്യിക്കുന്നതിലൂടെ എൻഡോലിംഫിനും എന്തുണ്ടാക്കുന്നു, ഇളക്കമുണ്ടാക്കുന്നു അല്ലേ. ഇനി കോഗ്ലിയ ആണെന്നുണ്ടെങ്കിൽ കോഗ്ലിയയിൽ നമ്മൾ പറഞ്ഞു പെരിലിംഫ് എൻഡോലിംഫ് ഉണ്ട്. കോഗ്ലിയയിലെ ബേസിലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികളുള്ള ഓർഗൻ ഓഫ് കോർട്ടി ഉള്ളത്. എവിടെയാണ്, ബേസിലാർ സ്ഥലത്തിലാണ്. കോഗ്ലിയിലുള്ള ബേസിലാർ സ്ഥലത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. ഇനി വെസ്റ്റിബുലാർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലോ സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് ശരീര തൊലിന നില ശരിയാക്കുന്നതിനുള്ള രോമകോശങ്ങളുള്ള വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലുകളും അടങ്ങിയിട്ടുള്ളതാണ് വെസ്റ്റിബുലാർ സിസ്റ്റം. സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് ശരീര തൊലിന നില ശരിയാക്കുന്നതിനുള്ള രോമകോശങ്ങളുള്ള വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലുകളും അടങ്ങിയിട്ടുള്ളതാണ് വെസ്റ്റിബുലാർ സിസ്റ്റം. നെക്സ്റ്റ് ശ്രവണ നാഡിയാണ്. കോഗ്ലിയയിൽ നിന്ന് സെറിബ്രത്തിലേക്കും വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്ന് സെറിബെല്ലത്തിലേക്കും ആവേഗങ്ങളെ വഹിക്കുന്നു. ശ്രവണ നാഡി എന്താ ചെയ്യുന്നത്, കോഗ്ലിയയിൽ നിന്ന് സെറിബ്രത്തിലേക്കും വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്ന് സെറിബെല്ലത്തിലേക്കും ആവേഗങ്ങളെ വഹിക്കുന്നു. നെക്സ്റ്റ് കേൾവി അറിയൽ ഫ്ലോ ചാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. അതെങ്ങനെയാണ്, ശബ്ദം ആദ്യം തന്നെ എവിടേക്ക് എത്തുന്നു, ചെവിക്കുടയിലേക്ക് എത്തുന്നു. ചെവിക്കുടയിൽ നിന്ന് കർണനാളത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം കർണപടത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്താണ്, അസ്ഥി ശൃംഖലയിലേക്ക് എത്തുന്നു അല്ലേ. അസ്ഥി ശൃംഖലയിലാണ് മാരിയസും ഇംഗസും സ്റ്റേപ്പീസും ഒക്കെ കാണപ്പെടുന്നത്. അതിനുശേഷം ഓവൽ വിൻഡോയിലെത്തി. അവിടെ എന്താണ്, കോഗ്ലിയയിലേക്ക് എത്തി അല്ലേ. ഓവൽ വിൻഡോയിലെത്തി. അതിനുശേഷം കോഗ്ലിയയിലെത്തി. കോഗ്ലിയയിൽ കുറേ ദ്രവങ്ങളുണ്ട്, 2 ദ്രവങ്ങളുണ്ട്. ഈ ദ്രവങ്ങളെ ഈ ദ്രവങ്ങളിലെത്തി. അതിനുശേഷം പിന്നെ ബേസിലാർ സ്ഥലത്തിലേക്ക് പോയി. അതിനുശേഷം ശ്രവണഗ്രാഹികളുള്ള ഓർഗൻ ഓഫ് കോർട്ടിലേക്ക് എത്തി. പിന്നെ ആവേഗങ്ങൾ എവിടേക്ക് വന്നു, ശ്രവണ നാഡിയിലേക്ക് വന്നു. അതിനുശേഷം സെറിബ്രത്തിലേക്ക് എത്തി. സെറിബ്രത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്.
നെക്സ്റ്റ് ശരീര തുലനനില പാലനം. നമ്മൾ പറഞ്ഞു ശരീര തുലന പാലനത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. ചെവി അതുപോലെ തന്നെ കേൾവി എന്ന് പറയുന്ന അനുഭവത്തിനും സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി ശരീര തുലനനില പാലനം ഇതിന് സഹായിക്കുന്നതാണ് വെസ്റ്റിബുലാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയുടെ ചലനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റിബുലാർ സിസ്റ്റത്തിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ്. അവിടുന്ന് ആവേഗങ്ങൾ രൂപപ്പെടാണ്. അപ്പോൾ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡിയിലേക്ക് വന്നു. വെസ്റ്റിബുലാർ നാഡിയിൽ നിന്ന് സെറിബുലത്തിലേക്ക് വന്നു. അതിനുശേഷം തുലനനില ശരിയാവുന്നു. നെക്സ്റ്റ് തുലനനില പാലനത്തിന് സെമി സർക്കുലർ കനാലുകളുടെ എന്ത് സവിശേഷതയാണ് സഹായകമാകുന്നത്? ഈ തുലനനില പാലനത്തിന് സെമി സർക്കുലർ കനാലുകളുടെ എന്ത് സവിശേഷതയാണ്? 3 സെമി സർക്കുലർ കനാലുകളും പരസ്പരം ലംബമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തലയുടെ ഭ്രമണചലനവും അതിലെ എൻഡോലിംഫിന് ഇളക്കമുണ്ടാക്കും. ഈ കനാലുകളുടെ അഗ്രഭാഗങ്ങളിൽ ഗ്രാഹികളുള്ള രോമകോശങ്ങളുണ്ട്. അപ്പം എന്താ പറയുന്നത്? 3 സെമി സർക്കുലർ കനാലുകളും പരസ്പരം ലംബമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തലയുടെ ഭ്രമണചലനവും അതിലെ എൻഡോലിംഫിന് ഇളക്കമുണ്ടാക്കുന്നു. ഈ കനാലുകളുടെ അഗ്രഭാഗങ്ങളിൽ ഗ്രാഹികളുള്ള രോമകോശങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി വെസ്റ്റിബ്യൂളിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വെസ്റ്റിബ്യൂളിൽ എന്താണ് ഉണ്ടായിരുന്നത്? സാക്യൂളും അതുപോലെ തന്നെ യൂട്രിക്കിളും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വെസ്റ്റിബ്യൂളിലെ രോമകോശങ്ങളാണ് എന്ന് പറയുന്നത് സാക്യൂളും യൂട്രിക്കിളും. ഇനി വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോലിംഫ് ആണെന്ന് പറഞ്ഞു. ഇനി സ്ഥിരമായ ശ്രവണ വൈകല്യത്തിനുള്ള കാരണങ്ങൾ എന്താണ്? ഇത് പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഉച്ചത്തിലുള്ള ശബ്ദം കുറച്ചു നേരം കേൾക്കുന്നത്, വളരെ കുറഞ്ഞ ശബ്ദം കൂടുതൽ കേൾക്കുന്നതും സ്ഥായിയായ കേൾവിക്ക് കാരണമാകും. നമ്മൾ ഉച്ചത്തിലുള്ള ശബ്ദമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയ ശബ്ദമാണെന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് കേൾക്കുന്നത് കേൾവിക്കുറവിന് കാരണമാകും. ഇതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ശ്രവണ സഹായികൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശസ്ത്രക്രിയയുമാണ്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? രുചിയെ കുറിച്ചിട്ട്, രുചിയും മണത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രുചിയും മണവും ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഭക്ഷണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നതിലൂടെ രുചിയുടെ ആസ്വാദനം ലഭിക്കും. മണത്തിൻ്റെയും രുചിയുടെയും ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കം ഒരുമിച്ച് പരിശോധിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാവുന്നത്. അതായത് ഈ ഗന്ധമാണെന്നുണ്ടെങ്കിലും രുചിയും മണമാണെന്നുണ്ടെങ്കിലും എന്താണ് ഒരുമിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഈ 2 ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കം ഒരുമിച്ചിട്ടാണ് പരിശോധിക്കുന്നതിനാലാണ്. നെക്സ്റ്റ് എന്താണ്? നമുക്ക് തിരിച്ചറിയാവുന്ന പ്രധാന രുചികൾ ഏതൊക്കെയാണ്? മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി ഒക്കെ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രുചികളാണ്. നെക്സ്റ്റ് എന്താണ്? മണവും രുചിയും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നാസാഗ്രഹര ഭിത്തിയിലെ ശ്ലേഷ്മസ്തരം. നമ്മൾ പറയുന്നത് നാസാഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? മൂക്കിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ഭാഗമാണെന്ന് പറയുന്നത് നാസാഗ്രഹര ഭിത്തി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ശ്ലേഷ്മസ്തരമുണ്ട്. ഈ ശ്ലേഷ്മസ്തരം ശ്രവിക്കുന്ന ശ്ലേഷ്മത്തിൽ ഗന്ധ തന്മാത്രകളിലേക്കും ശ്ലേഷ്മം അവിടെ ഉണ്ടാകുന്നുണ്ടല്ലേ. പല ചെറിയ അവയവങ്ങളിലൊക്കെ ശ്ലേഷ്മം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതായത് മൂക്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശ്ലേഷ്മം ഉണ്ടാകുന്നുണ്ട്. ഈ ശ്ലേഷ്മത്തിലെ ഗന്ധ തന്മാത്രകളിലേക്കും അവിടെ ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾക്ക് ഉദ്ദീപനം ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന ആവേഗങ്ങൾ, ഉദ്ദീപനം ഉണ്ടാകുമ്പോഴാണ് ആവേഗങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഈ ആവേഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അപ്പോഴാണ് നമുക്ക് മണം അറിയാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നാസാഗ്രഹര ഭിത്തിയിലെ ശ്ലേഷ്മസ്തരം ശ്രവിക്കുന്ന ശ്ലേഷ്മത്തിൽ ഇത് ലയിക്കാണ് ചെയ്യുന്നത്, ഗന്ധ തന്മാത്രകൾ ലയിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾക്ക് ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ആവേഗങ്ങൾ രൂപപ്പെടും. എന്നിട്ട് ഈ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധ കേന്ദ്രത്തിലെത്തുന്നു. അപ്പോൾ മണം അറിയുന്നു. നെക്സ്റ്റ്, രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ച് പാപ്പില്ലകളിലെ രുചി മുകുളങ്ങളിലുള്ള രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആവേഗങ്ങൾ നാഡിയിലൂടെ മസ്തിഷ്കത്തിലെ രുചി കേന്ദ്രത്തിലെത്തുന്നു. അപ്പോൾ രുചി അറിയുന്നു. അപ്പോൾ രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ചിട്ട് പാപ്പില്ലകളിലെ രുചി മുകുളങ്ങളിലുള്ള രാസഗ്രഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആവേഗങ്ങളാണ് രുചി കേന്ദ്രത്തിലെത്തിയിട്ട് രുചി അറിയുന്നത്. നെക്സ്റ്റ് എന്താണ്? രുചിമുകുളങ്ങൾ കാണപ്പെടുന്നത് നാക്കിൽ എവിടെയാണ്? പാപ്പില്ലയിലാണ്. ഇനി ത്വക്കിലൂടെ ഗ്രഹിക്കുന്ന സംവേദനങ്ങൾ ഏതൊക്കെയാണ്? ത്വക്കിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഏതൊക്കെയാണ്? ചൂട്, തണുപ്പിൽ അതായത് താപനില അറിയാൻ പറ്റും. സ്പർശം, മർദ്ദം, വേദന, കമ്പനം, രോമങ്ങളുടെ ചലനം എന്നിവയൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര നാഡീആഗ്രഹമാണ് വേദനയ്ക്കും താപനില വ്യതിയാനം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി മെർക്കൽ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ സ്പർശം, മർദ്ദം, രോമചലനത്തിന്. അതുപോലെ തന്നെ മെയ്സ്നർ കോർപ്പസൽ ആണെന്നുണ്ടെങ്കിൽ ആകൃതി, അളവ്. ഇനി ക്രൗസ് എൻഡ് ബൾബ് ആണെന്നുണ്ടെങ്കിൽ തണുപ്പ്, സ്പർശം. പിന്നെ റുഫിനി എൻഡ് ഓർഗൺ തീവ്രസ്പർശം, മർദ്ദം, ചൂട്. റൂട്ട് ഹെയർ പ്ലെക്സസ് ആണെങ്കിൽ രോമചലനം. പസീനിയൻ കോർപ്പസൽ ആണെന്നുണ്ടെങ്കിൽ കമ്പനം, ആഴത്തിലുള്ള സ്പർശം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സ്വതന്ത്ര നാഡീആഗ്രഹം, വേദന, താപനില വ്യതിയാനം. മെർക്കൽ ഡിസ്ക് ആണെങ്കിൽ സ്പർശം, മർദ്ദം, രോമചലനം അറിയും. മെയ്സ്നർ കോർപ്പസലാണ് ആകൃതി, അളവ്. അതുപോലെ തന്നെ ക്രൗസ് എൻഡ് ബൾബ് ആണെന്നുണ്ടെങ്കിൽ തണുപ്പ്,
സ്പർശം, റുഫിനി എൻഡ് ഓർഗൻ തീവ്രസ്പർശം മർദ്ദം ചൂട്, റൂട്ട് ഹെയർ പ്ലെക്സസ് ആണെങ്കിൽ രോമചലനം, പസീനിയൻ കോർപ്പിസലാണെന്നുണ്ടെങ്കിലോ കമ്പനം ആഴത്തിലുള്ള സ്പർശം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ചാപ്റ്റേഴ്സ് ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.